മോളെ ആദി, നിന്റെ മുഖം എന്താടി വല്ലാതിരിക്കുന്നത്? ഏയ് ഒന്നുമില്ലമ്മേ. കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുക, അവക്ക് എന്തൊക്കെയോ വിഷമമുണ്ട് മോനെ. സച്ചേട്ടന്റെ മനസ്സില് അച്ചു ചേച്ചി ഇപ്പോഴും ജീവനോടെ ഉണ്ടമ്മേ. അതിന്റെ ഇടയിൽ ആന്റി എന്തിനാ ഈ ആത്മാവിന്റെ കഥയും പറഞ്ഞുകൊണ്ട് വന്നത്? ഇത് എടി, പിന്നെ ആരാ ഇതൊക്കെ ചെയ്യിക്കുന്നത്? ഇങ്ങനെ പിന്നാലെ നടന്ന് സഹായിക്കാൻ ആർക്കെങ്കിലും പ്രാന്തുണ്ടോ? ഇനിയിപ്പോ ആയിഷ ചേച്ചി ആയിരിക്കോ? പണത്തിന് ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോ ചോദിക്കാതെ ഇങ്ങോട്ട് വന്ന് സഹായിച്ച ഒരേ ഒരാൾ ആയിഷ ചേച്ചിയാ. സ്കൂളിലെ ഫീസ് അടച്ചതും ചേച്ചി തന്നെ ആയിരിക്കോ? ഹലോ, ആതിരെ? ആ, ആയിഷ ചേച്ചി. ആ അതെ, പറഞ്ഞോളൂ, ഞാൻ കേൾക്കുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയാ ചേച്ചിയെ വിളിച്ചേ. എന്താ ആതിരെ? ചേച്ചി ഇന്ന് എന്റെ മോള് പഠിക്കുന്ന സ്കൂളിൽ പോയിരുന്നോ? അമ്മുവിന്റെ ഇന്ദുവിന്റെയും സ്കൂൾ ഫീസ് അടച്ചത് ചേച്ചിയാണോ? അത് പിന്നെ ഞാൻ... ആ, അത് ശരി. എനിക്കിപ്പോഴാ മനസ്സിലായേ ആരാ മക്കളുടെ സ്കൂൾ ഫീസ് അടച്ചതെന്ന്. സത്യം പറഞ്ഞാ ഞങ്ങളെല്ലാരും വലിയ വിഷമത്തിലായിരുന്നു ചേച്ചി. മക്കളാണെങ്കിൽ ഭയങ്കര കരച്ചിലും. കൂട്ടുകാരെ വിട്ട് അവർക്ക് വേറൊരു സ്കൂളിലേക്ക് പോവാൻ വയ്യ. പക്ഷേ അത്രയും പണം ഫീസ് കൊടുത്ത് തുടർന്ന് പഠിപ്പിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ലായിരുന്നു. അതുകൊണ്ടാ അവരെ സർക്കാർ സ്കൂളിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. രണ്ടുപേരും വിഷമിച്ച ഇന്ന് സ്കൂളിൽ പോയത്. പക്ഷെ തിരിച്ചു വന്നത് വലിയ സന്തോഷത്തിലായിരുന്നു. ആയിഷ ചേച്ചിയോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അയ്യോ, അതിനൊക്കെ എന്തിനിങ്ങനെ വിഷമിക്കുന്നത്? നിങ്ങളും ഇപ്പോ എന്റെ കുടുംബം തന്നെയാണല്ലോ. കുഞ്ഞുങ്ങള് വിഷമിക്കരുതെന്ന് കരുതി ഫീസ് അടച്ചതാ, അല്ലാതെ ഇത് വലിയ സഹായമായിട്ടൊന്നും കാണണ്ട. എന്റെ അച്ചു ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ തന്നെ ചെയ്യുമായിരുന്നു. അത് ഓർത്തപ്പോ എനിക്ക് വിഷമം വന്നു. ഞാൻ നിന്റെ അച്ചു ചേച്ചി തന്നെയാ മോളെ. ഏ? അല്ല, ഞാൻ പറഞ്ഞത് നിന്റെ ചേച്ചിക്ക് പകരം ദൈവം അയച്ചതാണ് എന്നെന്നാ. അങ്ങനെ കരുതിയ പ്രശ്നം തീർന്നില്ലേ? എനിക്കും എന്റെ അച്ചു ചേച്ചി പോലെ തന്നെയാ തോന്നുന്നേ. ആയിഷ ചേച്ചി എന്റെ അടുത്ത് വരുമ്പോഴൊക്കെ എന്റെ അച്ചു ചേച്ചി വരുന്ന പോലെ തന്നെയാ എനിക്ക് തോന്നുന്നേ. അതിലൊന്നുകൊണ്ട് വിഷമിക്കണ്ട. എന്ത് വിഷമമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ. എന്ത് കാര്യത്തിനും ഈ ചേച്ചി കൂടെ ഉണ്ടാവും. കരയണ്ട, ചേച്ചിയല്ലേ പറയുന്നേ? അല്ല, ചേച്ചി എപ്പോഴാ ഇങ്ങോട്ട് വരുന്നേ? വരാം, ചേച്ചിക്ക് വന്നല്ലേ പറ്റുള്ളൂ. മോള് ധൈര്യമായിരിക്ക, ഇനിയെല്ലാം ചേച്ചി നോക്കിക്കോളാം. എന്താ ഇത്? ഇങ്ങനെ വിഷമിക്കാൻ മാത്രം എന്താ ഉണ്ടായത്? അടുത്ത ആഴ്ച മാഷിന്റെ ആണ്ട്. മാഷിനെ കുറിച്ച് ഓർത്തപ്പോ അമ്പലത്തിൽ ഒരു ദിവസം അന്നദാനം നടത്തണമെന്നൊക്കെ വിചാരിച്ചിരുന്നതാ. അതിലേക്ക് ഒരുപാട് പണം വേണ്ടേ? അതൊന്നും സാരമില്ലമ്മേ, നമുക്ക് എങ്ങനെയൊക്കെ അത് നടത്താം.
വേണ്ട മക്കളെ, ഈ മുറ്റത്തൊരലയിട്ട് എള്ളും ചന്ദ്രനും തൊട്ട് ഒരു ചോറ് വെച്ചാ മതി. എന്റെ ഭാഷ അതുകൊണ്ടൊക്കെ തൃപ്തിയായിക്കോളും. നമുക്ക് ഏട്ടനോട് സംസാരിക്കാം. അച്ഛന്റെ ചടങ്ങുകള് ഗംഭീരമായിട്ട് നടക്കണം. ബന്ധുക്കളെയും നാട്ടുകാരെയും ഒക്കെ വിളിച്ച് സദ്യ കൊടുക്കണം. അതിന് വിളിക്കാൻ വേണ്ടി നമുക്കാരാ ബന്ധുക്കളായിട്ടുള്ളത്? പണമുള്ളപ്പോ എല്ലാരും ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. ആര് പറഞ്ഞു നമുക്ക് നമ്മളെ ഉള്ളൂന്ന്? അമ്മേ, പണം ഇല്ലെങ്കിലും നമ്മളെ വിളിച്ചാൽ വരുന്ന ഒരുപാട് പേരുണ്ട്. അച്ഛന്റെ ആണ്ടിന്റെ ചടങ്ങ് നമ്മൾ നന്നായി തന്നെ നടത്തും. അത് എന്റെ കടമയാ. പണമില്ലെന്നോർത്ത് അമ്മ വിഷമിക്കണ്ട. അതൊക്കെ എങ്ങനെയെങ്കിലും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആരതി ചേച്ചി കൂടി വിളിക്കാം. എന്നാ പിന്നെ ആ ആയിഷ ചേച്ചിയും കൂടി വിളിക്കാം. സച്ചേട്ടന്റെ കൂട്ടുകാരന്റെ ഭാര്യയല്ലേ. മോനെ, ഇതൊക്കെ നടത്താൻ പറ്റുമല്ലോ അല്ലേ? അമ്മ വിഷമിക്കണ്ട, നമ്മൾ നടത്തുന്നേ. മോളെ ആദി, നിന്റെ മുഖം എന്താടി വല്ലാതിരിക്കുന്നത്? ഏയ് ഒന്നുമില്ലമ്മേ. കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുക, അവക്ക് എന്തൊക്കെയോ വിഷമമുണ്ട് മോനെ. ആതിരയ്ക്ക് ജോലിസ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അവിടെ എന്ത് പ്രശ്നം? ഇതൊന്നുമല്ല. അമ്മേ, നമ്മുടെ മുന്നിൽ കാണിക്കുന്നില്ലെങ്കിലും സന്ധ്യയുടെ കാര്യത്തില് അവക്ക് നല്ല വിഷമമുണ്ട്. ഒരു പെണ്ണിന്റെ കഴുത്ത് കിട്ടിയ താലി അവള് തന്നെ പൊട്ടിച്ചെറിയാന്ന് പറഞ്ഞ അതിന്റെ വേദന എത്ര വലുതാണെന്ന് അമ്മയ്ക്കറിയില്ലേ? അമ്മയാണല്ലോ. ഹലോ. ആ ഹലോ ആയിഷ മോളെ. ആ, എന്താ അമ്മ? ഞാനേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വിളിച്ചതാ. അമ്മ പറഞ്ഞോ. അടുത്തയാഴ്ച ആതിരയുടെ അച്ഛന്റെ ചരമവാർഷിക.